ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് നമുക്കൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിനകത്ത് ഈ സവാള വയറ്റൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ. അതുപോലെ തക്കാളീൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു സിമ്പിൾ കടലക്കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുട്ടിൻ്റെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം, വായോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ കടലക്കറി. തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ഒരു കടലക്കറിയാണ്. ഇത് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ പൊളിക്കും കേട്ടാ. അപ്പോഴ് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പൊ അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പൊ അധികം വാചകം അടിക്കാതെ കാര്യത്തിലേക്ക് കടക്കാൻ വായോ. അപ്പൊ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ചധികം കടല എടുത്ത് ഓവർനൈറ്റ് ഒന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് കുതിർത്തെടുക്കണം ഫസ്റ്റ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അധികം ടൈം ഇല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് കഴുകി നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് വേവാനും പാകത്തിന് മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചൊരു 4-5 വിസിലൊക്കെ ആകുമ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും. അപ്പൊ അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ടേ. അതാണ് ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് സെറ്റായിട്ട് വരട്ടെ. ആ ഒരു സമയം നമുക്കിത് തേങ്ങ വറുത്തെടുക്കണം. അപ്പൊ എൻ്റെ കയ്യിൽ തേങ്ങ താണ്ട് ഇത് കണക്കുള്ള തേങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇനി സാധാരണ ഗതിയിൽ നമുക്ക് തേങ്ങ ചിരകി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം വളരെ എളുപ്പമാവും കേട്ടോ. പെട്ടെന്ന് ഇത് വറുത്ത് കിട്ടും, പെട്ടെന്ന് കളറൊക്കെ മാറി കിട്ടും. അപ്പൊ ഇങ്ങനെ തേങ്ങ ചിരകി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ആക്കി എടുത്തിട്ട് നിങ്ങളൊന്ന് വറുത്തെടുത്താൽ മതി, പെട്ടെന്ന് റെഡിയാവും കേട്ടോ. ഇനി ഞാനെല്ലാം ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചധികം കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനത് 8-9 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി 2ആയിട്ട് കട്ട് ചെയ്തതും ഇനി 2-3 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ കുരുമുളക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഈ തേങ്ങേന്റെ ഒക്കെ കളർ നല്ല പോലെ മാറി കിട്ടണം കേട്ടോ. അപ്പൊ അതുവരെയും നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം, ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തണം. നമ്മൾ സാധാരണ മീൻകറിയൊക്കെ വറുത്തരച്ച് വെക്കൂലേ, അവിയലല്ല, തീയല്. അപ്പൊ തീയലൊക്കെ വറുത്തരച്ച് വെക്കൂലേ, അപ്പൊ നമ്മൾ തേങ്ങ വറക്കൂലേ, അതേപോലെ തന്നെയാണ് സെയിം. അപ്പൊ അതാണ്ട് തേങ്ങയൊക്കെ പെട്ടെന്ന് വറുത്ത് കിട്ടും കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് ക്രഷ് ആക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പൊ തന്നെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇത് ഇരുമ്പിന്റെ ചട്ടിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അതുപോലെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ചിക്കൻ മസാല അതിന് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഗരം മസാല ചേർത്താലും മതി. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെയും നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറി നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേന് നമ്മുടെ കടലയും ഇവിടെ സെറ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ആണ്ടെ ഇപ്പൊ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇത് അരഞ്ഞു കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം, നന്നായിട്ട് പേസ്റ്റ് കണക്കിന് ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അതാണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ കടല ഇവിടെ സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 5 വിസിൽ കേട്ട് സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ ഞാൻ. അപ്പം കടലയൊക്കെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴുണ്ടല്ലോ, ഇങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു വരുമല്ലോ, അതാണ് പാകം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തിനാണ് വീണ്ടും ഇങ്ങനെ കാണിച്ചു പഠിപ്പിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നും ഇപ്പൊ, എനിക്കറിയാം. അപ്പൊ അതാണ്ട് ഇനി ഫ്ലെയിം വീണ്ടും ഒന്നും കൂടെ ഓൺ ആക്കിയിട്ട് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം.
ചേർക്കാം. സിമ്പിൾ പരിപാടിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. ഇതിലേക്ക് പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ആ ഒരു അരപ്പ് വേസ്റ്റ് ആക്കേണ്ടെന്ന് കരുതി മാത്രം മിക്സഡ് ജാറിൽ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കറക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഒരുപാട് വെള്ളം ചേർക്കണേ, കറി കുറച്ച് തിക്കായിട്ട് ഇരിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഒക്കെ വേണമെങ്കിൽ മല്ലിയില ചേർക്കാം. എനിക്ക് മല്ലിയിലേന്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അപ്പൊ തിളച്ച് നന്നായിട്ട് കറി വറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയതായിരുന്നു കേട്ടോ. അപ്പൊ അതാണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം കുറച്ചധികം സമയം ഒന്ന് നല്ലപോലെ തിളക്കണം കേട്ടോ. മസാലേന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ ഈ കടലയിൽ പിടിച്ചു വരണം. അപ്പൊ അതാണ്ട് നല്ല അടിപൊളി കടലക്കറിയാണ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നില്ലേ, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇത് രാവിലെ വെച്ചാലും രാത്രി ഒക്കെ കഴിയുന്നവരെ ഇതിങ്ങനെ ഇരുന്നോളും കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ചീത്തയാവൊന്നുമില്ല. കാര്യം ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല, എല്ലാം വറുത്തരച്ച് ചേർക്കുമല്ലേ. അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു കടലക്കറിയാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.